നമ്മുടെ വീട്ടിലുണ്ടല്ലോ വെള്ളരിക്ക വാങ്ങുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കിക്കേ. ഉച്ചയ്ക്ക് ഊണിന് നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി കറി 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. എളുപ്പമാണ്. അതുമാത്രമല്ലാണ്ട് ഈ ഒരു കറി ഒരുപാട് ദിവസം സൂക്ഷിക്കാനായിട്ടും പറ്റും, കേടും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു കഷ്ണം വെള്ളരിക്ക ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെത്തിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഇതുപോലെ സെൻറ്റർ ഭാഗത്തുള്ള ആ കുരുമുന്തൊക്കെ ഒന്നെടുത്ത് പള്ള കളഞ്ഞിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഒന്ന് കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊന്ന് കുനുകുന ഇതുപോലെ ഒന്ന് അരിഞ്ഞിരിക്കണം കേട്ടോ, കുഞ്ഞ് സ്ക്വയർ കഷ്ണങ്ങളായിട്ട്. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു ചെറിയൊരു ഹാഫ് തക്കാളിയും കൂടെ കൂടി ചേർത്തിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മീൻ പൊരിച്ചതിൻ്റെയും പപ്പടം പൊരിച്ചതിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും, അടിപൊളി കറിയാണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ടിച്ചിട്ടിട്ട് അടുത്തോട്ട് വെച്ചിടുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് കറിവേപ്പില വാരിയിടാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം കോരി വയ്ക്കണ്ട കേട്ടോ, ഒരു കുറച്ച് വെള്ളം. നിങ്ങൾക്ക് ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചാറാക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു പച്ചടി പരുവത്തിലായിട്ട് ഉണ്ടാക്കുന്നത്, അപ്പം ഒരുപാട് ചാറാക്കി എടുക്കുന്നില്ല, ഗ്രേവി പരുവത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് 1.5 ഗ്ലാസ്സുള്ള വെള്ളം ചേർത്തിട്ട് ചെറിയൊരു കഷ്ണം സവാളയുടെ ഒരു കഷ്ണം കൂടി ഇട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം, ഒരു 5 മിനിറ്റ് നേരം മതിയല്ലോ, വെള്ളരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതുപോലെ തേങ്ങ ഒന്ന് ചിരവി എടുക്കാം. അപ്പോൾ തേങ്ങ ചിരവാനായിട്ട് പാടുണ്ടെങ്കിൽ ഒരു കത്തിയുടെ മോനെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടാനായിട്ട് പോകാൻ വേണ്ട. രാവിലെ 10 മിനിറ്റിനുള്ളിൽ തന്നെ അടിപൊളി കറി റെഡിയായി കിട്ടും. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്തെടുത്തോട്ടെ. എളുപ്പത്തിൽ നമുക്ക് അധികം നേരമൊന്നും ഇല്ലാത്ത രീതിയിൽ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തോട്ടോ. അതായത് ഉണ്ടല്ലേ തേങ്ങ ചിരണ്ടാനായിട്ട് പോകാൻ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് വെളുത്തുള്ളി, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മസാല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഗ്രേവിക്കൊക്കെ പ്രത്യേക രുചിയായിരിക്കും. ഇനി ചെറിയ ജീരകം ഉണ്ടല്ലോ, വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞ് ജീരകം, ഒരു 2-3 ചുവന്നുള്ളിയും, അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, വൈറ്റ് കളറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. ജസ്റ്റ് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളരിക്കയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വെന്ത് വന്നേക്കുന്നതിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. ഇനി നമ്മൾ തേങ്ങയുടെ അരപ്പ് കൊട്ടിയിട്ടതിന് ശേഷം പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട, നന്നായിട്ടൊന്ന് ഒരു കുഞ്ഞ് തിള വരുന്ന ടൈമിലുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറി പെട്ടെന്ന് കേട് വരത്തില്ല. ഒരു 3-4 ദിവസമൊക്കെ ഇരുന്നാലും കേട് വരാണ്ട് ഇരിക്കുന്നതോറും ഈ കറി സെറ്റായി വരും. തൈരോ മോരോ എടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് കറക്കി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് ഉടന്ന് വരുമല്ലോ. എന്നിട്ട് ഇതുപോലെ എടുത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ട് നിങ്ങൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചോളും. അപ്പം തന്നെ നിങ്ങളങ്ങോട്ട് തീ ഓഫ് ചെയ്തോ, ഒരുപാട് തിളപ്പിച്ച് മറിക്കണ്ട കേട്ടോ. അപ്പം ടേസ്റ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് തിള വരുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്തോ. എന്നിട്ട് നമുക്കിതങ്ങോട്ട് താളിച്ച് എടുത്ത് ഒഴിക്കട്ടെ ഇതിലേക്ക്. അപ്പോൾ താളിക്കാനായിട്ട് ഞാൻ ഒരു കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് കടുകും കൂടി പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 1-2 വറ്റൽമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് താളിച്ചെടുക്കുക. അപ്പം നിങ്ങൾ താളിക്കുമ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു ഒരു 1/2 സ്പൂണോ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടും, നല്ലൊരു ഭംഗിയിൽ കറി ഇരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് താളിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. ഇരിക്കുന്നതോറും സെറ്റായി വരും. നല്ല മീൻ പൊരിച്ചതിൻ്റെ കൂട്ടത്തിലും പപ്പടം പൊരിച്ചതിൻ്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ നല്ല മുട്ട പൊരിച്ചതും ഒക്കത്തിലൊക്കെ കൂട്ടത്തിൽ ഉച്ചയ്ക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഉണ്ടാക്കി വയ്ക്കുക. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് എളുപ്പമാണ്. അപ്പോൾ 3-4 ദിവസമൊക്കെ ഇരുന്നാലും കേട് വരത്തില്ല. നിങ്ങളൊരു വൈകുന്നേരം ടൈമിലൊക്കെ ചേർന്ന് ചൂടാക്കി എടുത്ത് വെച്ചാൽ മതി. വെളിയിൽ തന്നെ ഇരുന്നാലും കേട് വരില്ല കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. സെറ്റാവും തോറും നല്ല രുചിയിൽ നല്ലൊരു അടിപൊളി കറിയായി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം അമ്മമാരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക. ബൈ.